52 വെട്ടുവെട്ടിക്കൊന്ന ചന്ദ്രശേഖരനെ വിളിച്ചത് കുലം കുത്തി. ഇന്ത്യൻ പാർലമെന്റിലെ മികച്ച പാർലമെന്റേറിയന്മാരിൽ ഒരാളായ പ്രേമചന്ദ്രനെ വിളിച്ചത് പരനാറി. 50 കൊല്ലം കൂടെ കമ്മ്യൂണിസ്റ്റായി നടന്ന ജി സുധാകരനെ വിളിച്ചത് പരമചെറ്റ. എങ്ങനെയുണ്ട്? അവാർഡ് കൊടുക്കണ്ടേ ഭാഷയ്ക്കുള്ള? കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഈ പറയുന്നത്. ആ കൂടെയുള്ളവന്മാരാണെങ്കിലോ വിജയന്മാർ. ഇത് പറഞ്ഞ ഉടനെ തന്നെ ആ വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോ മെമ്പർ വന്ന് പറയാണ്, ഓ പരമചെറ്റ, എത്ര ചാരുതയാർന്ന പ്രയോഗം മുഖ്യമന്ത്രിയുടെ. ഇവരൊക്കെ പഴയ രാജകൊട്ടാരത്തിലുണ്ടായിരുന്ന വിദൂഷകന്മാരുടെ റോളിലാണ്. പറഞ്ഞ് ചീത്തയാക്കിയാണ്, കാരണഭൂതനാണ്, കുന്തമാണ്, കുറച്ചക്കരമെന്ന് പറഞ്ഞു. കേരളത്തെ ഇവർ കുട്ടിച്ചോറാണ്, കേരളത്തെ നശിപ്പിച്ചു. എന്നിട്ട് ഇപ്പൊ BJP-കാർക്ക് കൂട്ടുകൂടിയ. BJP-കാരാണെങ്കിൽ ഈസ്റ്റർ വരുമ്പോ, ക്രിസ്മസ് വരുമ്പോ കേക്ക് വാങ്ങിച്ചിറങ്ങും ക്രിസ്ത്യാനികളുടെ വീട്ടിലേക്ക്, അരമനയിലേക്ക്. ഇപ്പൊ കണ്ടല്ലോ യഥാർത്ഥ രൂപം കണ്ടല്ലോ. FCRI നിയമത്തിന്റെ അകത്ത് ഭേദഗതി കൊണ്ടുവരാൻ പോവാ. എന്താ ഭേദഗതി? ലൈസൻസ് കേന്ദ്ര ഗവൺമെന്റ് റിന്യൂ ചെയ്തില്ലെങ്കിൽ ആരാധനാലയമോ വിദ്യാഭ്യാസ സ്ഥാപനമോ സാമൂഹ്യ സ്ഥാപനമോ എന്ത് വേണമെങ്കിലും കേന്ദ്ര സർക്കാരിനെ ഏറ്റെടുക്കാൻ കഴിഞ്ഞല്ലോ. ക്രൈസ്തവരുടെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള നിയമ ഭേദഗതിയാണ്. ആരാ അവിടെ പോയി എതിർത്തത്? കേരളത്തിലെ UDF MP-മാരുടെ നേതൃത്വത്തിൽ അവിടെ നമ്മുടെ കോൺഗ്രസ് MP-മാർ അതിശക്തമായി അതിനെതിരായി പോരാടി. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കാരണമാണത് മാറ്റിവെച്ചേക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത് വീണ്ടും കൊണ്ടുവരും. ആട്ടിൻ തോലിട്ട ചെന്നായികളാണ് കേക്കുമായി വരുന്നത് എന്ന് ക്രൈസ്തവ സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇതെല്ലാം ജനങ്ങളെ ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിച്ച് തമ്മിലടിപ്പിച്ച് അതിൽ മുതലെടുപ്പാണ്. നമ്മൾ ഇതെല്ലാം മാറ്റിമറിച്ചൊരു പുതിയ കേരളം ഉണ്ടാക്കും. നാട്ടിൽ എന്ത് നടന്നാലും മമ്മൂഞ്ഞ് ഓടിയെത്തി പറയാ അതിന്റെ പിതൃത്വം അവകാശപ്പെടും. അത് ചെയ്ത ഞാനാണെന്ന്. എന്ത് നടന്നാൽ ഇപ്പൊ ചെറുപ്പക്കാരെല്ലാം കൂടി പറ്റിക്കണമെന്ന് തീരുമാനിച്ചയാള്. അപ്പൊ ഒരു സുപ്രഭാതത്തിൽ ആ ഗ്രാമം മുഴുവൻ ഒരു വാർത്ത വരയ്ക്കുകയാണ്. എന്താ വാർത്ത? മനക്കലെ പാറുക്കുട്ടി പ്രസവിച്ചത്. മനക്കലെ പാറുക്കുട്ടി പ്രസവിച്ചെന്നോ? എങ്കിൽ ആ കൊച്ചിന്റെ തന്റെ താനാണെന്നും പറഞ്ഞ് മമ്മൂഞ്ഞ് ഓടിയെത്തി പതിവ് പോലെ. പക്ഷെ പാവം മമ്മൂഞ്ഞിന് അറിയില്ലായിരുന്നു മനക്കലെ പാറുക്കുട്ടി ഒരു പിടിയാനയായിരുന്നെന്നും പാറുക്കുട്ടി പ്രസവിച്ചത് ആനക്കുട്ടിയായിരുന്നു. ആ 8-കാലി മമ്മൂഞ്ഞിനുണ്ടായ അനുഭവം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഉണ്ടാകരുത്. വല്ലൊരു ചെയ്തതിന്റെ പിതൃത്വം അവകാശപ്പെടുന്നു. വല്ലൊരു ചെയ്തതിന്റെ പിതൃത്വം